സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനത്തെ ചൊല്ലി കൊമ്പുകോർത്ത് ഭരണ പ്രതിപക്ഷങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കബളിപ്പിക്കലാണ് പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷത്തിന് നിരാശയെന്ന് ഭരണപക്ഷത്തിന്റെ മറുപടി. അതേസമയം ഓണറേറിയം 1000 രൂപ കൂട്ടിയെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആശാ വർക്കേഴ്സ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര്. ക്ഷേമ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമകാര്യങ്ങളിൽ പിണറായിയും മോദിയും ഒരുപോലെയെന്നും നേതാക്കൾ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ? യഥാർത്ഥത്തിൽ 900 രൂപ വെച്ച് നഷ്ടമായിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമകാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉള്ള പ്രഖ്യാപനങ്ങളാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട്. ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം. നേരത്തെ തീരുമാനിച്ച ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം. എന്തു ചെയ്താലും കുറ്റം പറയുന്ന പ്രതിപക്ഷത്തോടൊന്നും പറയാനില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ. ഇതൊരു പുതിയ രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചു എന്ന് പ്രതിപക്ഷം പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. ഏത് നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾക്കറിയാം പല രൂപത്തിലുള്ള വിമർശനങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം വരാറ്. അതേസമയം ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചെങ്കിലും സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് തൃപ്തരല്ല. സമരം തുടരുമെന്നാണ് നിലപാട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.